2026 ജനുവരി മാസം പൂയം നക്ഷത്രത്തിൽ ജനിച്ച ഓരോ മനുഷ്യനും ഒരു പുത്തനുദയം സമ്മാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. നക്ഷത്രങ്ങളിൽ ഏറ്റവും പരിശുദ്ധമെന്നും നക്ഷത്രങ്ങളുടെ രാജാവെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന നക്ഷത്രമാണ് പൂയം. കാരുണ്യത്തിന്റെയും സഹനശക്തിയുടെയും പ്രതീകമായ പൂയം നക്ഷത്രക്കാർക്ക് കടന്നുപോയ കാലം അത്ര സുഖകരമായിരുന്നിരിക്കില്ല. പലപ്പോഴും കഠിനാധ്വാനത്തിന് അർഹിച്ച അംഗീകാരം ലഭിക്കാത്തതിലോ സാമ്പത്തികമായ ഇടുക്കങ്ങളിലോ കുടുംബത്തിലെ ചെറിയ അസ്വസ്ഥതകളിലോ നിങ്ങൾ മനസ്സുമടുത്തിട്ടുണ്ടാകാം. എന്നാൽ 2026 ജനുവരി മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവിന്റെ തുടക്കമാണ്. പൂയം നക്ഷത്രം എന്നാൽ പോഷിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഒരു പശു തന്റെ പാലിനാൽ ലോകത്തെ പോഷിപ്പിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലും അവരെ പരിരക്ഷിക്കുന്നതിലും സന്തോഷം കണ്ടെത്തുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ഈ സ്നേഹത്തെ മറ്റുള്ളവർ ചൂഷണം ചെയ്തിട്ടുണ്ടാകാം. 2026 ജനുവരി മാസം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠവും നേട്ടവും സ്വയം തിരിച്ചറിയൽ എന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനൊപ്പം സ്വന്തം വളർച്ചയ്ക്കും സന്തോഷത്തിനും പ്രാധാന്യം നൽകേണ്ട സമയമാണിതെന്ന് കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ മാസം നിങ്ങളിലേക്ക് വന്നെത്തുന്നത് വലിയൊരു പോസിറ്റീവ് ഊർജ്ജമാണ്. മരവിച്ചു പോയ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുന്ന കാഴ്ച ജനുവരി മുതൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അനാവശ്യ ഭയങ്ങളും ആകുലതകളും ഈ മാസം പകുതിയോടെ പടിയിറങ്ങും. ഒരു പുതിയ സംരംഭം തുടങ്ങാനോ വീടുപണി പുനരാരംഭിക്കാനോ കരിയറിൽ വലിയൊരു മാറ്റം വരുത്താനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ധൈര്യവും സാഹചര്യവും ഈ മാസം ഒത്തുവരും. സാമ്പത്തികമായി നോക്കിയാൽ മുടങ്ങിപ്പോയ വരുമാന സ്രോതസ്സുകൾ വീണ്ടും സജീവമാകുന്ന ഒരു കാലഘട്ടമാണിത്. ഭാഗ്യം പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ അന്വർത്ഥമാകും. പക്ഷെ അത് വെറുതെ ഇരുന്നാൽ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ലഭിക്കുന്ന ദൈവികമായ പ്രതിഫലമായിരിക്കും. കുടുംബ ബന്ധങ്ങളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളെ അതിശയിപ്പിക്കും. ദീർഘകാലമായുള്ള പിണക്കങ്ങൾ അവസാനിക്കാനും ബന്ധങ്ങളിൽ പുതിയൊരു ആർദ്രത വരാനും ഈ മാസം വേദിയൊരുക്കും. ആത്മീയമായി നിങ്ങൾ ഏറെ ഉന്നതിയിലെത്തുന്ന ഒരു മാസമാണിത്. മനസ്സിന്റെ ശാന്തി തേടി നിങ്ങൾ നടത്തുന്ന യാത്രകളോ വഴിപാടുകളോ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാനസിക സംതൃപ്തി നൽകും. 2026 ജനുവരി മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ ഓരോ മേഖലയിലും നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചും കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഒരു പുതിയ മനുഷ്യനായി പുതിയ ഊർജ്ജത്തോടെ 2026 സ്വീകരിക്കാൻ തയ്യാറെടുത്തോളൂ. 2026 ജനുവരി മാസം നിങ്ങൾക്ക് മാനസികമായ വ്യക്തതയും ആത്മവിശ്വാസവും നൽകുന്ന സമയമായിരിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന അനിശ്ചിതത്വങ്ങൾക്കും തടസ്സങ്ങൾക്കും ഈ മാസം പകുതിയോടെ വലിയ ശമനമുണ്ടാകും. ശനിയുടെ രാശിമാറ്റവും വ്യാഴത്തിന്റെ അനുകൂലമായ ഭാവവും നിങ്ങളെ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കും. മന്ദഗതിയിലായിരുന്ന കാര്യങ്ങൾക്ക് വേഗത കൈവരും. ഓഫീസിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന സമയമാണിത്. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. എന്നാൽ സഹപ്രവർത്തകരിൽ നിന്ന് ചെറിയ രീതിയിലുള്ള അസൂയയോ മത്സരമോ നേരിടേണ്ടി വന്നേക്കാം. അത് അവഗണിക്കുന്നതാണ് ഉചിതം. ദീർഘകാലമായി കാത്തിരുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനവ് എന്നിവ സംബന്ധിച്ച അനുകൂലമായ അറിയിപ്പുകൾ ഈ മാസം അവസാനത്തോടെ പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി 2ാം വാരത്തിന് ശേഷം അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരും. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുയോജ്യമാണ്. പ്രത്യേകിച്ച് ഭക്ഷണപാനീയങ്ങൾ, കല, അധ്യാപനം, കൺസൾട്ടൻസി എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടിശ്ശികയായി കിടന്നിരുന്ന തുക തിരികെ ലഭിക്കും. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ഈ മാസം അനുകൂലമാണ്. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബ ആവശ്യങ്ങൾക്കായി വലിയൊരു തുക ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുമ്പോൾ നിയന്ത്രണം പാലിക്കുക. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നത് വലിയൊരു മാനസികാശ്വാസം നൽകും. ബാങ്ക് ലോണുകൾ അനുവദിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും മാറി പരസ്പര വിശ്വാസം വർദ്ധിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ തൊഴിൽ കാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ മാസമാണ്. ബന്ധം വിവാഹത്തിലേക്ക് നീങ്ങുന്നതിനെക്കുറിച്ച് വീട്ടുകാരുമായി സംസാരിക്കാൻ പറ്റിയ സമയമാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ ഉണ്ടായിരുന്ന ആശങ്കകൾ മാറും. അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മാനസിക സന്തോഷം നൽകും. കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കാൻ കഠിന പ്രയത്നം ആവശ്യമാണ്. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും ഗവേഷകർക്കും പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്.
കഫക്കെട്ട്, ശ്വാസകോശ സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ശരിയായ ഉറക്കം ഉറപ്പുവരുത്തുക. പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മീയമായ ഉണർവുണ്ടാകും. തീർത്ഥാടനങ്ങൾക്കോ ക്ഷേത്ര ദർശനങ്ങൾക്കോ സാധ്യതയുണ്ട്. സൂര്യോദയവും അസ്തമയവും കാണുന്നത് പോലുള്ള ലളിതമായ കാര്യങ്ങൾ പോലും ആത്മീയ ഉണർവിന് കാരണമാകും. ആത്മീയ കാര്യങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കി യുക്തിസഹമായി ചിന്തിക്കുക. ആന്തരിക സമാധാനത്തിന് ഊന്നൽ നൽകുക. മറ്റുള്ളവരോട് ദയയും സ്നേഹവും പ്രകടിപ്പിക്കുക. അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയാണ്. കാലതാമസം വരുത്തുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ക്ഷമയോടെയും സ്ഥിരതയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നല്ല ഫലങ്ങൾ ലഭിക്കും. വ്യാഴത്തിന്റെ സ്ഥാനം നിങ്ങളുടെ ഭാഗ്യത്തെയും സാമ്പത്തിക കാര്യങ്ങളെയും സ്വാധീനിക്കും. ധനപരമായ കാര്യങ്ങളിൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ വ്യാഴം നിങ്ങളെ സഹായിക്കും. കുടുംബത്തിലും ദാമ്പത്യത്തിലും വ്യാഴത്തിന്റെ നല്ല സ്വാധീനം ഉണ്ടാകും. ചൊവ്വ നിങ്ങളുടെ ഊർജ്ജത്തെയും ധൈര്യത്തെയും സ്വാധീനിക്കും. ചിലപ്പോൾ അമിതമായ തിടുക്കം അല്ലെങ്കിൽ ദേഷ്യം എന്നിവയ്ക്ക് കാരണമായേക്കാം. ശ്രദ്ധയോടെ പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. തൊഴിൽ മേഖലയിൽ ചൊവ്വയുടെ സ്വാധീനം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ നിങ്ങളെ സഹായിക്കും. ആശയവിനിമയത്തെയും ബുദ്ധിശക്തിയെയും ബുധൻ സ്വാധീനിക്കുന്നു. തൊഴിലിടത്തിലും കുടുംബത്തിലും വ്യക്തമായ ആശയവിനിമയം നടത്താൻ ബുധൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ പഠിക്കാനും അറിവ് നേടാനും ഇത് നല്ല സമയമാണ്. ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കരുത്. സമീകൃത ആഹാരം കഴിക്കുക. വ്യായാമം ചെയ്യുക. ആവശ്യത്തിന് വിശ്രമിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം സഹായിക്കും. എല്ലാ കാര്യങ്ങളിലും ക്ഷമയും സ്ഥിരതയും പാലിക്കുക. തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം കത്തിക്കുന്നത് തൊഴിലിലെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതും മനഃശാന്തി നൽകും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉത്തമമാണ്. പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുകയോ വസ്ത്രദാനം നൽകുകയോ ചെയ്യുന്നത് ഗ്രഹദോഷങ്ങൾ മാറാൻ സഹായിക്കും. സംസാരത്തിൽ മിതത്വം പാലിക്കുക. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ ബന്ധങ്ങളെ തകർക്കാനിടയാക്കും. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. പ്രധാനപ്പെട്ട ആധാരങ്ങളിലോ കരാറുകളിലോ ഒപ്പിടുമ്പോൾ 2 തവണ വായിച്ചു നോക്കുക. ചതിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. മുൻഗണനാ ക്രമം അനുസരിച്ച് ജോലികൾ പ്ലാൻ ചെയ്യുക. പഴയ സുഹൃത്തുക്കളെ കാണാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾ വേണ്ട. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. കരിയറിൽ പുതിയ അവസരങ്ങൾ തേടിയെത്തും. ധൈര്യപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. മാസത്തിലെ അനുകൂല ദിവസങ്ങൾ നോക്കുമ്പോൾ തിങ്കൾ, വ്യാഴം, ശനി എന്നിവ പൊതുവെ ശുഭകാര്യങ്ങൾക്ക് അനുകൂലമായ ദിവസങ്ങളാണ്. അനുകൂലമായ സംഖ്യകൾ 2, 3, 8. അനുകൂലമായ നിറങ്ങൾ വെളുപ്പ്, ഇളം നീല എന്നിവയാണ്. 2026 ജനുവരി മാസം പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യനിർഭരമായ ഒരു വർഷത്തിന്റെ തുടക്കമാണ്. ശനിയുടെയും വ്യാഴത്തിന്റെയും സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അച്ചടക്കവും പക്വതയും കൊണ്ടുവരും. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ മാസം നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഈശ്വര വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോവുക.